എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിങ്ങനെ ഇരുന്നപ്പം എന്തോ ഉണ്ടാക്കണം എന്നൊക്കെ ഇങ്ങനെ തോന്നുമായിരുന്നു. അതായത് ഇങ്ങനെ വിശക്കണ പോലെ, അത് എന്തോ കഴിക്കാനുള്ളൊരു വിശപ്പാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ഐഡിയ വന്നു, ഫ്രിഡ്ജിൽ ചിക്കൻ ഉണ്ട്, അപ്പം നമുക്കൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. അപ്പം ഞാൻ ഉള്ളിയുള്ളത് ഒരു 3 ഉള്ളി എടുത്തിങ്ങനെ തൊലി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് തക്കാളിയും വെളുത്തുള്ളിയും ഒക്കെ എടുത്തു വെച്ചു. എന്നിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ ഒരു 3-4 പച്ചമുളക് ചെറുതും കൂടെ എടുത്തിട്ട് ഞാനൊന്ന് ഗ്രൈൻഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അത് ഒന്ന് ചതച്ച് വെക്കുന്നുണ്ട്, അരയ്ക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ചതച്ച് എടുത്ത് വെക്കുന്നുണ്ട്. വലിയ ഇഞ്ചി കേട്ടോ. എന്നിട്ട് നമ്മൾ പൊളിച്ച് വെച്ച ഉള്ളി ഞാനിങ്ങനെ നൈസായിട്ട്, എൻ്റെ ഭാഷയിൽ ഇതാണ് നൈസ് കേട്ടോ. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നൈസായി, കാരണം എൻ്റെ പിച്ചാത്തി അതായത് കത്തി നൈഫ് അത്ര സുഖമുള്ളതല്ല, അപ്പോൾ അത് ഇച്ചിരി പാടാണ്. അപ്പോൾ പറ്റുന്ന രീതിയിൽ നമ്മളിങ്ങനെ കുനുകുന അരിഞ്ഞു വെച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ തക്കാളി നല്ല ഉണ്ടൻ തക്കാളിയായിരുന്നു, നാടൻ തക്കാളി പോലെ ഇരിക്കുന്ന റൗണ്ടിലൊക്കെ ഇരിക്കുന്ന ഒരു തക്കാളിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ പിഞ്ചോട് കൂടി കാണാനൊക്കെ. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ഭംഗിയിൽ ഞാനിങ്ങനെ ഓരോന്നും അളന്നിങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പം നമ്മളതിൻ്റെ അപ്പുറത്ത് ഞാൻ പച്ചമുളക് നമ്മൾ അരച്ചതിൻ്റെ ബാക്കിയിരുന്ന് കുറച്ച് പച്ചമുളക് ഞാൻ നടുവേ കീറി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം അരച്ചതാണ് അപ്പുറത്തിരിക്കുന്നത്. നമ്മുടെ ഉള്ളി അരിഞ്ഞത് അപ്പുറത്തിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ തക്കാളി ഇങ്ങനെ നല്ലതായിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഇതൊരു തട്ടിക്കൂട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് വിശപ്പ് തോന്നിയിട്ട് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാ സാധനങ്ങളൊന്നും ഇല്ല, അപ്പോൾ ഉള്ളത് വെച്ച് കുറച്ച് ചിക്കനേ ഉണ്ടായിരുന്നുള്ളൂ. അതും കുഞ്ഞു കുഞ്ഞു പീസ്, നമ്മൾ കറി പീസ് ഞാൻ കുഞ്ഞു പീസാണ് മേടിക്കുന്നത്. അപ്പോൾ അത് വെച്ചുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാരണം ഇത് ഞാൻ ഉണ്ടാക്കുന്ന റൈസ് കുറച്ച് വലിയ റൈസ്, ബസ്മതി റൈസ് അല്ല, നമ്മൾ മന്തിയൊക്കെ ഉണ്ടാക്കുന്ന റൈസിൽ സെല്ല റൈസാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ കഷ്ണം ആ റൈസ് വെന്തൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ കഷ്ണം അതിനകത്ത് കാണാനേ ഇല്ല, പീസൊന്നും, ഈ ചിക്കൻ്റെ പീസസ്. അപ്പോൾ അതിൻ്റെ ഒരു പക്ഷേ ടേസ്റ്റ് വൈസ് നമുക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പം ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ കഴിക്കുന്നുണ്ട്, എനിക്കതൊന്നും വലിയ ഒരിതില്ല. അപ്പം നമ്മൾ ബാക്ക് ടു വീഡിയോ. അപ്പം നമ്മളിങ്ങനെ അരിഞ്ഞൊക്കെ വെച്ചു. എന്നിട്ട് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കർ എടുത്ത് വെച്ചു. അപ്പോൾ ചെറിയ ജീരകം, പിന്നെ നമ്മുടെ ഏലക്ക, ഗ്രാമ്പൂ, കുരുമുളക്, അത് എൻ്റെ ഉണ്ടായിരുന്ന കുറേ സ്പൈസസ് എല്ലാം കൂടെ ഞാൻ ഇട്ടു. വേറെയും കുറേ വേണം, ഒന്നും എൻ്റെ കയ്യിലില്ല. അപ്പം ഞാൻ ഉള്ളതെല്ലാം കൂടി ഇട്ടിട്ട് ഞാനൊന്ന് ജസ്റ്റ് സോട്ട് ചെയ്യുക. തീ കുറച്ച് വെച്ചിരുന്നു, കാരണം ആ ജീരകമൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്, നിങ്ങൾക്കറിയാം, എന്നാലും ഞാനങ്ങ് പറയുക. എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ച നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെയും ആ ഒരിത് നമ്മൾ അതിനകത്തോട്ട് ഇട്ടു. ബട്ട് ഒരു പ്രശ്നമുണ്ട്, ഇത് നമ്മളിടുമ്പോൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ പറ്റി പിടിക്കാനുള്ള അടിക്ക് പിടിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ബട്ട് ഇങ്ങനെ ഇടുമ്പോഴാണ് അതൊന്ന് മൂത്ത് അതിൻ്റെ ഒരു സ്മെല്ല് വരുമ്പോൾ നമുക്കൊരു നല്ലൊരു മണം എന്ന് നമുക്ക് തോന്നും. അതുകൊണ്ട് ഞാനിത് ആദ്യം ഇടുന്നതാണ്. എന്നിട്ട് അതിനകത്തൊരു വലിയൊരു കഷ്ണം ഇഞ്ചി ഉണ്ട്, അപ്പോൾ ഞാനതെടുത്ത് മാറ്റി, എനിക്ക് വേറെ കുറച്ച് അരയ്ക്കാനുണ്ട്, അപ്പോൾ അതിൻ്റെ കൂടെ അരയ്ക്കാമെന്ന് വെച്ചിട്ട്. എന്നിട്ട് ഞാനത് നല്ലോണം സോട്ട് ചെയ്തു. ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റ് അത്രയൊക്കെ ഇതൊക്കെ ഉള്ളൂ. എന്നിട്ട് അതിൻ്റെ കൂടെ ഞാൻ അരിഞ്ഞു വെച്ച നമ്മുടെ സവാള ഞാൻ നല്ലോണം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഞാൻ ലോ ഫ്ലെയിമിലാക്കിയിട്ടാട്ടോ ചെയ്യുന്നത്, കാരണം നമ്മുടെ അടിയിൽ കിടക്കുന്ന ആ പേസ്റ്റ് അടിക്ക് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട്. എന്നിട്ട് ഞാൻ നല്ലോണം ഇളക്കിയിട്ടുണ്ട്. അധികം ഞാൻ ഉപ്പൊന്നും ഇപ്പം ഇടുന്നില്ല, കാരണം ഉപ്പിട്ട് കഴിഞ്ഞാൽ ഇതങ്ങ് വാടി അങ്ങ് അലിഞ്ഞു പോവും. ഉള്ളി അങ്ങ് അലിഞ്ഞു പോകാനായിട്ടാണ്, പെട്ടെന്ന് വാടി കിട്ടാനാണല്ലോ നമ്മൾ ഉപ്പ് ആദ്യമേ ഇടുന്നത്. പക്ഷെ ഞാനിപ്പോൾ ഉപ്പ് ഇടുന്നില്ല, എന്നിട്ട് ഞാൻ പിന്നീടാണ് ഇടുന്നത്. എന്നിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന നടുവേ കീറി വെച്ചിരുന്ന പച്ചമുളകും കൂടെ ഒരു 3 വലിയ എരിയില്ലാത്ത കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇത്ര ഇട്ട്. എന്നിട്ട് ഞാൻ അതെല്ലാം എടുത്ത് വെച്ചു. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല എനിക്ക് അരയ്ക്കാനുണ്ടെന്ന്, അപ്പം നമ്മൾ ഇതിനകത്ത് പുതിനയിലയും മല്ലിയിലയും കൂടെ അരച്ചാണ് ചേർക്കുന്നത്. അതിനകത്ത് ഞാൻ ആ ഇഞ്ചിയും കൂടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇച്ചിരി വെള്ളമോടെ അരച്ച് ഞാൻ അരച്ച് വെച്ചു. അപ്പോഴത്തേനും നമ്മുടെ ഉള്ളിയും പച്ചമുളകും നമ്മുടെ ഇതെല്ലാം കൂടെ ഒന്ന് നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. ആ വഴണ്ട് വന്ന ആ ഒരു ഇതിലേക്ക് ഞാൻ നമ്മുടെ മസാല അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്, അലുത്ത് പോയിട്ടില്ല, വഴണ്ട് വന്നതിനകത്തോട്ട് 1 സ്പൂൺ മുളക് പൊടിയാണ്. അത് ആദ്യമേ അത്രയും വന്നില്ല, അതുകൊണ്ട് അത് 2 സ്പൂണായിപ്പോയി. പിന്നെ ഒരു ലേശം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, ഞാൻ അധികം മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാത്ത ആളാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് കുറച്ച് മല്ലിപ്പൊടി ഇടുന്നുണ്ട്,
ഒരു 1.5 സ്പൂണ്, ഒരു 1.25 സ്പൂണോളം മല്ലിപ്പൊടി ഞാൻ ഇടുന്നുണ്ട്. 1.5 സ്പൂൺ കൂട്ടിക്കോ, അത്രയും മല്ലിപ്പൊടിയും. പിന്നെ ഒരു സ്പൂൺ, ആ സ്പൂണിന് 1 സ്പൂൺ ബിരിയാണി മസാല, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് അത് മതി, കാരണം ഞാൻ ബാക്കി മസാലാസ് ഇടുന്നതുകൊണ്ട് ചിക്കൻ്റെ ഫ്ലേവറും എല്ലാം കൂടി. ഞാൻ അധികം പാക്കറ്റ് മസാല യൂസ് ചെയ്യാത്ത ആളാണ്, അതുകൊണ്ട്. പക്ഷേ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ഇച്ചിരി ബിരിയാണി മസാല ഇട്ട. എന്നിട്ടിത് നമ്മൾ നമ്മുടെ മസാലയല്ല, നമ്മുടെ മസാലയുടെ എല്ലാം പച്ചമണം മാറുന്നവരെ അതൊന്ന് സോട്ട് ചെയ്ത് നമ്മൾ നല്ലോണം ഇളക്കുക. അപ്പോൾ അത് എൻ്റെ മുളക് പൊടിക്കൊക്കെ ഭയങ്കര കളറാട്ടോ, അതുകൊണ്ടാണ് അതൊരുമാതിരി ഭയങ്കര മസാല ഉള്ളതുപോലെ നമുക്ക് തോന്നുന്നത്. ബട്ട് ഓക്കെ ആയിരുന്നു. ആ റൈസിനും ചിക്കനും വേണ്ട മസാല മാത്രമേ അതിനകത്തുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന പഴുത്ത തക്കാളിയിൽ ആ തക്കാളിയും കൂടെ അതിനകത്തോട്ടിട്ടു. എന്നിട്ട് ഞാൻ നല്ലോണം സോട്ട് ചെയ്യുന്നുണ്ട്. ആ തക്കാളി ഒന്ന് ഉടഞ്ഞു വരണം, ആ ഒരു രീതിയിൽ ഞാനത് ഇളക്കി കൊടുക്കുന്നുണ്ട്. എല്ലാ മസാലയും എല്ലാം ഞാൻ അധികം വെള്ളമൊന്നും ഈ സ്റ്റേജിൽ ഞാൻ ഒഴിക്കുന്നില്ല, കാരണം ആ തക്കാളിയിൽ നിന്ന് വെള്ളമായിരുന്നു. അപ്പോൾ അത് നല്ലോണം ഇളക്കി. ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് തുറന്നിട്ട് അത് ഞാൻ മറന്നുപോയി ആഡ് ചെയ്യാൻ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ സെല്ല റൈസ്. ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം, കാരണം ഇപ്പോൾ എല്ലാവരും മന്തിയൊക്കെ വീട്ടിലുണ്ടാക്കുന്നത്. അപ്പോൾ ഈ റൈസ് വെച്ചാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് 2 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്. അതെൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിയതാണ് കേട്ടോ. ഞാനത് ഒന്നെങ്കിൽ വേറൊരു പാത്രത്തിൽ ഇതാക്കിയിട്ട് ഒഴിക്കുന്നതായിരുന്നു, കാരണം അതിനകത്ത് ആ കുരു ഇല്ലേ, ആ കുരു മൊത്തം അതിനകത്ത് 1, 2 ഒരു 6-7 കുരു ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ പറക്കി അതെടുത്തങ്ങ് കളഞ്ഞു. എന്നിട്ട് ഞാൻ നല്ലോണം അത് ഇളക്കി. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരുന്ന മല്ലിയിലയും പുതിനയിലും പിന്നെ ഒരു കുറഞ്ഞ് ഇഞ്ചി കഷ്ണം ഉണ്ടായിരുന്നു, അതും എല്ലാം കൂടെ കുറച്ച് വെള്ളം, ഒരു 1/4 ഗ്ലാസ് വെള്ളം അത്രേ ഉള്ളൂ, അതെല്ലാം കൂടെ നല്ലോണം അരച്ച് പേസ്റ്റാക്കി. എന്നിട്ട് നമ്മൾ നമ്മുടെ ഈ മിക്സിലേക്ക് നമ്മൾ ഒഴിച്ചു. അപ്പോൾ അതിൻ്റെ കളറെന്ന് പറയുന്നത് കുറച്ചും കൂടെ അങ്ങ് ഡാർക്കാവും. നമ്മൾ നേരത്തെ റെഡ് മെറൂണിഷായിട്ട് ഇരുന്നത് ഇത് കുറച്ചും കൂടെ അങ്ങ് ഡാർക്ക്, ഒരു ബ്രൗണിഷ് ഷെയ്ഡ് വരും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാം. എന്നിട്ട് നമ്മളൊന്ന് അടച്ചു വെക്കുക. അടച്ചു വെച്ചിട്ട് കണ്ട ഒരു തിള വന്നിട്ട് ഞാനത് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് എല്ലാം തക്കാളിയും അതെല്ലാം ഇങ്ങനെ ഉടഞ്ഞിട്ടുണ്ടോ എന്ന് ഞാനൊന്ന് ഉറപ്പ് വരുത്തുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ ആ തക്കാളിയൊക്കെ നമ്മൾ റൈസ് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിനകത്ത് ഇങ്ങനെ കിടക്കും. അതിൽ നല്ലത് അതങ്ങ് വെന്തുടഞ്ഞു പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എന്നിട്ട് ഇതൊന്ന് സെറ്റായി ആ വെള്ളം ഒന്ന് വറ്റി. എന്നിട്ട് നമ്മൾ നല്ല പുളിയുള്ള, അധികം പുളിയൊന്നും ഇല്ല കേട്ടോ ഇതിന്, നമുക്ക് ഉണ്ടെങ്കിൽ പുളിയുള്ളതാണെങ്കിൽ 1 സ്പൂൺ ഒഴിച്ചാൽ മതി. ഇതെൻ്റേത് പുളിയൊന്നും ഇല്ലാത്തൊരു തൈര് എന്ന് പറയാം എന്നൊരു സാധനം. ഇവിടെയൊക്കെ ഗ്രീക്ക് യോഗട്ട് എന്ന് പറഞ്ഞൊരു സാധനമല്ലേ കിട്ടുള്ളൂ. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ ഒഴിച്ച് നല്ല പുളിയുള്ള തൈര് ഉണ്ടാവും. ബട്ട് ഇവിടെ അത് പുളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ 2 സ്പൂണ്, നല്ലൊരു ടേബിൾ സ്പൂൺ തന്നെയാണ്, അതിന് 2 യോഗട്ടോട് ഒഴിച്ചു. എന്നിട്ട് ഞാൻ നല്ലോണം ഇളക്കിയിട്ട് ഇപ്പോഴാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഉപ്പിടുന്നത്. ഇപ്പം അത്യാവശ്യം കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, ബട്ട് ഇതല്ല, ഇനിയും ഞാൻ ഉപ്പിടുന്നുണ്ട്. ഇത് ജസ്റ്റ് അതൊന്ന് സോട്ടാവാൻ വേണ്ടിയിട്ടുള്ള ഉപ്പിട്ടു. എന്നിട്ട് ഇത് ഞാനൊന്ന് അടച്ചു വെക്കണം, കുറച്ച് ഗ്രേവി ആയിപ്പോയില്ലേ. അപ്പോൾ അതൊന്ന് അടച്ചു വെച്ച് അതൊന്ന് തിളച്ച് വന്നു. അതൊന്ന് കുറുകി. ആ കുറുകിയതിനകത്തോട്ട് നമ്മൾ ചിക്കനാണെങ്കിൽ എടുത്ത് വെച്ചിരുന്നത് ചെറിയ പീസാട്ടോ, ആ ചെറിയ പീസ് ചിക്കന് നമ്മൾ ഇട്ടു. ഇതൊരു 3/4 കിലോ ഉണ്ടെങ്കിലായി, അത്രയേ ഉള്ളൂ. എന്തായാലും 1 കിലോയിൽ താഴെയുള്ളൂ. എന്നിട്ട് ഞാനത് നല്ലോണം ഇളക്കി നല്ലോണം യോജിപ്പിച്ചു. ആ ചിക്കനും ആ ഗ്രേവിയും എല്ലാം കൂടെ. ഈ ചിക്കൻ ഇങ്ങനെ വെളുത്ത് കിടക്കണം എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മൾ കുക്കറിൽ എല്ലാം കൂടെ സെറ്റ് ചെയ്ത് വെക്കുന്നതിന് മുമ്പ് ഇതൊരു 5 to 8 മിനിറ്റ്സ് ഞാനിങ്ങനെ അടച്ച് വെച്ച് വേവിച്ചു. നോർമൽ അടപ്പ് വെച്ചിട്ട് ഒന്ന് വേവിച്ചു. അതൊന്ന് കുറുകി വന്നു. ഒരു 8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ എടുത്തു വെച്ച ആ റൈസ് ഞാൻ ഒരുപാട് നേരമൊന്നും കുതിർത്ത് വെച്ചതോ അങ്ങനെയൊന്നുമില്ല. ഒരു 15 മിനിറ്റ് മുമ്പ് ഞാനൊന്ന് കഴുകി ജസ്റ്റ് തോത്തി വെച്ചേക്കുമായിരുന്നു, വെള്ളമെല്ലാം പോയിട്ട്. എന്നിട്ട് ഞാനത് നമ്മുടെ ഇതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ഞാനത് ഇളക്കി. നോർമലി എല്ലാവരും വെള്ളം തിളപ്പിച്ചിട്ടല്ലേ അതിനകത്തോട്ട് ഇടുക, ബട്ട് ഇത് എൻ്റേതായിട്ടുള്ളൊരു സ്റ്റൈലാണ്, ഞാനിങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ കാരണം എനിക്ക് ആ വെള്ളത്തിൻ്റെയൊക്കെ ഒരു അളവ് എത്ര വേണം എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. എനിക്കത് നന്നായിട്ട് വരാറുമുണ്ട്. അപ്പം ഞാൻ ആ റൈസും നമ്മുടെ ആ ഗ്രേവിയും ആ ചിക്കനും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തു. കുറച്ചൊക്കെ താഴെപ്പോയി, അന്ന് സാരില്ല, എൻ്റെ ആ തവി ഒടിഞ്ഞു പോകുമെന്ന് ഞാൻ വിചാരിച്ചു, കാരണം അതിനൊട്ടും ബലമില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങനെ പിടിച്ചേക്കുന്നത്. എന്നിട്ട് ഞാനതെല്ലാം ഒന്ന്
ഒന്ന് തത്തിപ്പൊത്തി വെച്ചു. എന്നിട്ട് ഞാൻ അരി അളന്ന എൻ്റെ ബൗളെടുത്തു. ഈ കണ്ടെയ്നറിലാണ് ഞാൻ അരി അളന്നത്. ഇതിന് 2 ഗ്ലാസ് അരി എടുത്തത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, 2 ഗ്ലാസ് വെള്ളം എടുത്തു. 2 ഇതിൽ വെള്ളം എടുത്തു. അപ്പം തന്നെ എന്നിട്ട് ഞാൻ നോക്കുന്നുണ്ട്, അതൊന്ന് ഇളക്കി നോക്കുമ്പോൾ എൻ്റെ ഒരു ഐഡിയ കേട്ടോ, എൻ്റെ ഒരു ഊഹം വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പം അതൊന്നും മുങ്ങി കിടക്കുന്നുണ്ട്. ഓക്കെ, ബട്ട് ആ ചിക്കനെല്ലാം കുറച്ചൊന്ന് ഇതാവണോ എല്ലാം, ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ചും കൂടെ ഒരു വെള്ളം ഒഴിച്ചു. അതായത് ഒരു 2.25 കപ്പ് എന്ന് കൂട്ടിക്കുക. അതായത് 2 ഗ്ലാസ് അരിക്ക് നോർമലി എല്ലാവരും 1 ഗ്ലാസ് അരിക്ക് 1.5 കപ്പാണ് എടുക്കുന്നത്. ബട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 2 ഗ്ലാസ് അരിക്ക് 2.25 എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ആവശ്യത്തിന് വേണ്ടി, ഇതാണ് എൻ്റെ ഫൈനൽ സ്റ്റെപ്പ് ഓഫ് ഉപ്പിടിയിൽ. ഇത് കഴിഞ്ഞ് ഞാൻ ഉപ്പിട്ടിട്ടില്ല. അപ്പം നമ്മൾ ആദ്യമേ എല്ലാം ഒന്ന് സോട്ടായിട്ട് ആ ഗ്രേവിയിലോട്ടിട്ട് ഇപ്പം ഞാൻ അടയ്ക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഇട്ടു. എന്നിട്ട് എനിക്ക് മല്ലിയില ഇഷ്ടമായതുകൊണ്ട് മാത്രം ഞാൻ കുറച്ച് മല്ലിയില വെച്ചൊന്ന് ഗാർണിഷ് ചെയ്തു. കാരണം അതിൻ്റെ ഒരു ഫ്ലേവറും ആ ഒരു സ്മെല്ലും നമ്മൾ തുറക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടാനായിട്ട്. എന്നിട്ട് ഞാൻ ആ കുക്കർ അടച്ച് ഞാൻ എല്ലാം ഒന്ന് സെറ്റാക്കി, വാഷറൊക്കെ ഓക്കെയാണ്, അതെല്ലാം വെച്ചു. എന്നിട്ട് ഞാൻ വിസിലൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തു. എന്നിട്ട് ഞാനവിടെ വെച്ചു. എന്നിട്ട് ഞാനൊരു 10 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ വെച്ചു. എന്നിട്ട് ഞാനിങ്ങനെ വിസിൽ വരുന്നോ നോക്കി. അങ്ങനെ അവസാനം എൻ്റെ വിസിൽ വന്നു. ഒറ്റ വിസിൽ വന്നു. ഹൈ ഫ്ലെയിമിൽ ഞാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചു. അതിൽ ഒറ്റ വിസിൽ വന്നു. എന്നിട്ട് ഞാനൊരു 20 മിനിറ്റ്സ് വെച്ചു. വിസിലെല്ലാം പോയി, പ്രഷറൊക്കെ പോയി. എന്നിട്ടാണ് കേട്ടോ ഞാൻ ആ വിസിൽ ഊഴുന്നത്. എന്നിട്ട് ഞാൻ എൻ്റെ ബിരിയാണി എന്ന് തുറന്നു നോക്കി. അപ്പോൾ കണ്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതായത് വെള്ളമൊന്നും കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല, പെർഫെക്റ്റ് ആയിരുന്നു. അടിക്കൊന്നും പിടിക്കാതെ കുഴയാതെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനത് ടേബിളിലോട്ട് മാറ്റി. അപ്പം നല്ലോണം കാണാമല്ലോ, കണ്ടോ, ഒന്നും ഒട്ടാതെ നല്ലതായിട്ട് കിട്ടി. ഞാൻ ചട്ടുകം വെച്ചാണ് എടുക്കുന്നത് കുഴഞ്ഞു പോകാതിരിക്കാൻ. ഞാൻ എല്ലാ സൈഡും ഒന്ന് ഇളക്കിയിടും. എന്നിട്ട് ഞാനത് പ്ലേറ്റിലോട്ട് എടുക്കാം കേട്ടോ. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പീസാണ് എനിക്ക് ആദ്യമേ കിട്ടിയത്. കണ്ടോ, അതിൻ്റെ അതെന്ത് പീസാണെന്നൊന്നും എനിക്കത്, പക്ഷേ എനിക്ക് ആ പീസ് കഴിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. ബട്ട് അപ്പോൾ കണ്ടോ, ആവി കാരണം എൻ്റെ ക്യാമറ അങ്ങ് ബ്ലറായി. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാനൊരു പ്ലേറ്റിലെടുത്തു. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ നിങ്ങൾക്ക് എന്ത് ബിരിയാണി എന്ന് വേണമെങ്കിലും വിളിക്കാം. പണ്ട് ഞാൻ ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് അവിടെ കുഷ്ക കിട്ടുമായിരുന്നു. അപ്പോൾ ആ കുഷ്കയിൽ ഉള്ളൊരു ഫ്ലേവറും എനിക്ക് കിട്ടാറുണ്ട്. നമ്മുടെ ഡിണ്ടികൾ ബിരിയാണി ഇല്ലേ, തലപ്പാക്കട്ട് ബിരിയാണി, അപ്പോൾ അതിൻ്റെ ഒരു മണവും കളറും ടെക്സ്ചറും ഒക്കെ എനിക്ക് കിട്ടാറുണ്ട്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഇങ്ങനെ ഞാൻ പല രീതിയിൽ ഉണ്ടാക്കും. എൻ്റേതായിട്ടുള്ള ഐഡിയയിൽ പല രീതിയിൽ ഞാൻ ഉണ്ടാക്കും. അപ്പോൾ ഇത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ വിളിക്കാം. ബട്ട് എൻ്റെ വിശപ്പ് മാറി, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ വേറൊരു